ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യസ് ഡയറീസ്. ആര്യസ് ഡയറീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഇത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ 2025 വരവേൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ ഇപ്രാവശ്യം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പൊന്മുടിയിലുള്ള ഗോൾഡൻ പീക്ക് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ പുറത്തോട്ടൊരിടത്തും പോകാൻ പറ്റിയില്ല. അതായത് ഇങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ചേട്ടന് വണ്ടി ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇന്ന് രാത്രി ഇപ്പം 9:30 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് വീട്ടിലോട്ട് വന്ന് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അങ്ങനെ ചേട്ടനും ഫ്രണ്ട്സും കൂടി ചെറിയ രീതിയിലൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ നല്ല ഡാൻസ് കൂടിയാണ്. അവർക്ക് പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കാറ് തറയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോളുടെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. അപ്പം അതിനോട് നല്ലോണം ഈ പാട്ടും ഈ ക്യാമ്പ് ഫയറിൻ്റെ ഈ തീയൊക്കെ കണ്ടിട്ട് നല്ല എക്സൈറ്റഡ് ഇരിപ്പുണ്ട്. കുഞ്ഞുമൊക്കെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുഞ്ഞിലെ പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻസൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ വേറെ 1-2 ഫ്രണ്ട്സും കസിൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെയും ഇവരുടെ 1-2 ഫ്രണ്ട്സ് വരാനുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേറെ 1-2 ആവശ്യങ്ങളായത് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുള്ളവർ വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന തീർത്ത് പറയുകയാണ് ഗൈസ് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനത്തെ പടക്കമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് പുറകിൽ. അങ്ങനെ 12 മണിയായിരിക്കുകയാണ് ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ അങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിയായാലും കറണ്ടും പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ കമ്പമൊക്കെ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 2025 വരവേറ്റിരിക്കുകയാണ് ഗൈസ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ്, അതായത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിച്ചെങ്കിൽ പോലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ റിസോർട്ടിലായിരുന്നെങ്കിലും ഇപ്രാവശ്യം ഒട്ടും മോശം വന്നിട്ടില്ലായിരുന്നു. കാരണം അത്രയും നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങളായാലും കുട്ടികളായാലും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ടപ്പോഴത്തേക്ക് നല്ല കുട്ടികളുടെ കൺട്രോളൊക്കെ പോയി. എന്നാലും ആ പാട്ടൊക്കെ കേട്ട് അവർ രണ്ടുപേരും വീണ്ടും ആർത്തുല്ലസിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. തുമ്പിക്കും പാട്ടൊക്കെ കേട്ടപ്പോൾ ഒന്ന് കളിക്കാൻ താഴെ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുമ്പിക്ക് അതിനായിട്ടില്ല. തുമ്പി 6 മാസം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ കേക്ക് വെച്ചിട്ട് എല്ലാവരും കൂടി ആ കേക്കിന് ചുറ്റും കൊണ്ട് കിടന്ന് മറിയുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും കൂടി നമ്മുടെ ന്യൂ ഇയർ കേക്ക് മുറിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കേക്കും കൂടി മുറിച്ച് നമ്മുടെ ന്യൂ ഇയറിനെ മൊത്തത്തിൽ വരവേറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞുമോൾക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കേക്ക് മുറിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ന്യൂ ഇയർ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ നല്ല കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ശരീരത്തിലെ കേട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പോയിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കാണ് സാറിന് വീട്ടിൽ കയറാറ് രാത്രി. കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ റിസോർട്ടിൽ പോയത്. അതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി ഞാൻ തെങ്ങാണ്ടായിട്ടിരുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബാക്കി എല്ലാ ടൈമിലും ഇതുപോലെ ന്യൂ ഇയറിന് പുറത്ത് പോയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് 1 മണി 2 മണി സമയത്താണ് എനിക്ക് വീട്ടിൽ കയറണം. പക്ഷേ എനിക്ക് അതുപോലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും പുറത്ത് പോയില്ല, ന്യൂ ഇയറിന് പുറത്ത് പോയില്ല എന്നുള്ളൊരു സങ്കടമില്ല. പിന്നെ ക്രിസ്മസും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശംഖുമുഖം വെട്ടോടെ ആ ഒരു വീഡിയോ ഞാനെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് പുറത്തോട്ട്, അതായത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പുറത്തോട്ട് പോകാൻ ഒരുപാട് ലേറ്റാവും. അത് കാരണമാണ് നമ്മൾ പോകാത്തത്. ഓട്ടോ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് നമ്മൾ പോകാതെ പുറത്തോട്ട്. അപ്പം ക്രിസ്മസിന് നമ്മൾ പോയിരുന്നു, ശംഖുമുഖത്ത് മെട്ടോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ നേരത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് പോയി കാണണേ. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് 1:30 ആയപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ വീഡിയോ വരെ കാണാത്തവരാണെങ്കിൽ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബൈ.